നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനി വലിയ ഡയലോഗുകളൊന്നുമില്ല, പ്രവൃത്തി മാത്രമാണ് മുന്നിലുള്ളത്. ഇസ്രയേലിനെ കണ്ടതുപോലെയല്ല ട്രംപിനെ കാണേണ്ടത് എന്നുള്ള താക്കീതാണ് ഇനിയുള്ള 2 ആഴ്ചയ്ക്കകത്തുള്ള സമയത്തേക്ക് ഹമാസിന് നൽകിയിരിക്കുന്നത്. നിലവിളിച്ചുകൊണ്ട് 4 പാടുമോടി സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവിനെ പറത്താൻ ഹമാസ് വളരെയധികം കഷ്ടപ്പെടുമ്പോഴാണ് പശ്ചിമേഷ്യ തന്നെ കത്തിക്കുമെന്ന ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വരുന്നത്. ബന്ദികളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഹമാസിന് അങ്ങനെ ഒരു അന്ത്യശാസനമാണ്, കടുത്ത താക്കീതാണ് രൂക്ഷമായ ഭാഷയിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. താൻ അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജനുവരി 20 മുൻപ് തന്നെ ഹമാസ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ എല്ലാ നരകവും പൊട്ടിത്തെറിക്കുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ചൊടിപ്പിക്കാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓഫീസിൽ എത്തുമ്പോഴേക്കും അവർ തിരിച്ചെത്തിയില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ സകലമാന മേഖലയും നരകങ്ങളുമൊക്കെ തകർത്തെറിയുമെന്നാണ് ഫ്ലോറിഡയിൽ വെച്ച് മാർ എലാഗോയിൽ വെച്ച് വാർത്താസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത്. ഇത് ഹമാസിനൊട്ടും തന്നെ നല്ലതല്ല, ഹമാസിനെന്നല്ല ആർക്കും നല്ലതല്ല. അവർ വളരെ കാലം മുൻപ് തന്നെ ബന്ദികളെ തിരികെ നൽകേണ്ടതായിരുന്നു, പക്ഷേ അവർ ചെയ്തില്ല. സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. അത് ഹമാസിനോ മറ്റാർക്കെങ്കിലുമെങ്കിലോ ഗുണകരമായി മാറില്ല എന്നുള്ളത് പറയാം. അതേപ്പറ്റി കൂടുതലൊന്നും നിലവിൽ പറയാനായി ആഗ്രഹിക്കുന്നില്ല. വളരെ നേരത്തെ തന്നെ അവർ തിരിച്ചെത്തേണ്ടതാണ്. ഇനിയും അധികകാലം അവർ ബന്ദികളായി തന്നെ തുടരാൻ കഴിയില്ല. ഇസ്രയേലികൾ അടക്കം തന്നെ സഹായം അഭ്യർത്ഥിക്കുന്നു. നിരവധി ആളുകൾ ഇക്കാര്യം ഉന്നയിക്കുന്നുണ്ട്. ഇതിലൊരു തീരുമാനമെടുക്കാനുള്ള അധികാരം തനിക്ക് ജനുവരി 20 മുതൽ ലഭിക്കും. അത് അന്തിമമായിരിക്കും. അതിലേക്ക് കടക്കാൻ തന്നെ പ്രേരിപ്പിക്കരുത് എന്നാണ് ട്രംപിൻ്റെ താക്കീത്. ഇപ്പോൾ ബന്ദികളായിട്ടുള്ളവരിൽ അമേരിക്കക്കാരും കൂട്ടത്തിലുണ്ട്. അവരുടെ മാതാപിതാക്കൾ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ശവശരീരമെങ്കിലും തിരിച്ചു കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. ചർച്ചകൾ തടസ്സപ്പെടുത്താനൊന്നും തന്നെ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ താൻ എന്നാണോ ചുമതലയേൽക്കുന്നത് അതിന് മുൻപ് തന്നെ കരാറുണ്ടായില്ലെങ്കിൽ സ്ഥിതിഗതികളൊക്കെ അതിരൂക്ഷമാകുമെന്നതിൽ സംശയമൊന്നും തന്നെ വേണ്ട എന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഒക്ടോബർ 7 നടന്ന ആക്രമണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ അവിടെയും നിരവധി പേർ കൊല്ലപ്പെട്ടു. ഞാൻ അധികാരമേറ്റ് 2 ആഴ്ച തികയുന്നതിന് മുൻപ് തന്നെ ഡീൽ പൂർത്തീകരിച്ചിരിക്കണം. പൂർത്തിയായില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ നരകങ്ങളും തകരുമെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അമേരിക്കൻ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസുമായിട്ടുള്ള ചർച്ചകളുടെ സ്ഥിതിഗതിയെക്കുറിച്ചുള്ള ചോദ്യത്തോടാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം. അവരെ മോചിപ്പിക്കുന്നതിൻ്റെ വക്കിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് താനും വിശ്വസിക്കുന്നത്. അത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നടക്കുമെന്നും കരുതുന്നു. അതിൽ കാലതാമസം വരുത്തിയതിനെക്കുറിച്ചൊന്നും തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല. സത്യപ്രതിജ്ഞാ വേളയിൽ പ്രസിഡന്റിന് വേണ്ടി ഞങ്ങൾക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് മിഡിൽ ഈസ്റ്റിലെ ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവൻ ചാൾസ് വിറ്റ്കോഫും പറയുന്നത്. അതായത് വളരെ വേഗത്തിൽ പ്രതീക്ഷിക്കാം. ജനുവരി 20 മുൻപ് തന്നെ ഇത് പൂർണ്ണമായും അവസാനിക്കുന്ന രീതിയിലേക്ക്, കരാറിൽ ഏർപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചേരുമില്ലെങ്കിൽ ഹമാസ് ഒന്നും തന്നെ ഇനി ഭൂലോകത്തുണ്ടാകില്ല എന്നുള്ള താക്കീതാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേൽ ആക്രമിച്ചുകൊണ്ട് 250ഓളം പേരെ ഹമാസ് അന്ന് ബന്ദികളാക്കി. പലരെയും മോചിപ്പിച്ചു. നിരവധി ആളുകൾ മരണപ്പെട്ടതായ റിപ്പോർട്ടുകൾ ലഭിച്ചു. അതിൽ വിദേശ പൗരന്മാരടക്കം 100ഓളം പേരെ ഇനിയും മോചിപ്പിക്കാനായിട്ടുണ്ട്. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്താൽ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലവട്ടം നേരത്തെ ആവർത്തിച്ചു പറഞ്ഞതായിരുന്നു. പക്ഷേ ഹമാസ് ഇതുവരെയും അതിന് തയ്യാറായിട്ടില്ല. ബന്ദികളെ മടക്കിക്കൊണ്ടുവരാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും ഒരു കാരണവശാലും ബന്ദികളെ തിരികെ വീണ്ടെടുക്കുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുകൂടിയാണ് അദ്ദേഹം ഗാസയിലെ ജനങ്ങളെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. ബന്ദികളെ കൈമാറിയാൽ ശേഷിക്കുന്ന ഹമാസുകാർ ജീവൻ നഷ്ടപ്പെടാതെ ജീവിച്ചിരിക്കും, ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നും മറിച്ച് അവരെ മുറിവേൽപ്പിക്കുന്നവരെ വേട്ടയാടുമെന്നുമാണ് നെതന്യാഹുവിൻ്റെ മുന്നറിയിപ്പ്. മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുമ്പോഴും ബന്ദികളുടെ മോചനം വൈകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ട്രംപ് ഇങ്ങനെ ഒരു അന്ത്യശാസനം കൂടി നൽകിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്താകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.